അപ്പൊ നമുക്ക് പോവാം. എവിടെയാ പോകുന്നത്? മൈസൂർ. നമ്മള് മൈസൂർ പോവാണ്. അങ്ങനെ 2026 ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ദേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി ബാംഗ്ലൂർ എത്തി. ഇന്നിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് കൂർഗിലേക്കാണ്. ഇത് കഴിഞ്ഞിട്ടൊരു 3-4 മാസമായി. പക്ഷേ എൻ്റെ മടി കാരണം ഇതുവരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി ഇത് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഫോണിൽ സ്പേസ് ഉണ്ടാകത്തില്ല. നെക്സ്റ്റ് ട്രിപ്പിന് പോകുമ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ദേ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് കൂർഗിലേക്കാണ്. കൂർഗ് അഥവാ കുടക്. രാവിലെ എണീറ്റ് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ കൂർഗിലേക്ക്. Hello, this is my car and I'm going to Mysore. First I'll go to Golden Temple. Okay, madam. It's me! I'm just wearing glasses. Wow, beautiful. See my kitchen. I'm doing. ബാംഗ്ലൂർ മൈസൂർ ഹൈവേ വഴിയാണ് നമ്മൾ കൂർഗിലേക്ക് പോകുന്നത്. ഇത് അവിടുത്തെ ഒരു ടോളാണ്. ഒന്നും പറയാനില്ല കേട്ടോ. കിഡിലൻ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളി റോഡാണ്. എത്ര 6 ലൈനോ 7 ലൈനോ ഒക്കെ ഉണ്ട് ഒരു സൈഡിൽ തന്നെ. അടിപൊളി റോഡും നല്ല അടിപൊളി ഡ്രൈവുമാണ്. കാര്യം ബ്ലോക്കൊന്നും നമ്മൾ അറിയത്തേ ഇല്ല. അങ്ങനെ അങ്ങ് കത്തിച്ച് പോവാം. ഞങ്ങൾക്ക് ഇറങ്ങി കുറച്ച് ഉച്ചയായപ്പോഴത്തേക്കും വിശപ്പൊക്കെ നമുക്ക് തുടങ്ങിയായിരുന്നു. പക്ഷേ ഞങ്ങളെപ്പോഴും വിചാരിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾ വിചാരിക്കും അൽക്കുവാണ് ഫുള്ള് ഡ്രൈവ് ചെയ്തതെന്ന്. ഒരിക്കലും അല്ല. അൽക്കു കുറച്ച് ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈവ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ പ്രോ ഡ്രൈവർ വിനി ഉള്ളപ്പം എന്തിനാണ് വേറെ ഡ്രൈവേഴ്സ്? വിനിയാണ് ഫുള്ള് ഡ്രൈവ് ചെയ്തത്. അങ്ങനെ ഒരു 3-3.5-4 മണിക്കൂർ കൊണ്ട് ഞങ്ങളിതേ കൂർഗിലെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് അവിടുത്തെ ഒരു ടിബറ്റൻ മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ അടുത്തൊന്നും വേറെ റെസ്റ്റോറൻറ്റൊന്നും കാണാത്തതുകൊണ്ട് ആദ്യം കണ്ട റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ ഞങ്ങൾ കഴിക്കാൻ കയറി. അവിടുത്തെ മെനുവിലുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് പരിചയമുള്ള സാധനങ്ങൾ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതൊക്കെ ഓർഡർ ചെയ്തു. അവിടുത്തെ ഫുഡ് കൊള്ളാഞ്ഞിട്ടാണോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് നമുക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. 1-2 ഐറ്റംസൊക്കെ കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ അത് കഴിച്ചൊരു ഫീല് പോലും ഉണ്ട്. ഒരു സൂപ്പ് കുടിച്ച ഫീല് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് പക്ഷേ വിശപ്പുള്ളതുകൊണ്ട് കഴിച്ചു കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല വിശപ്പായിരുന്നു. വിശപ്പുള്ളപ്പോൾ നമ്മൾ എന്തും കഴിക്കുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ മൊണാസ്ട്രിയിലേക്ക് എത്തി. മൊണാസ്ട്രി എത്തി ഞങ്ങൾ. ലിപ്സ്റ്റിക് ഇടുന്നു ഗൈസ്. അവിടെ ലിപ്സ്റ്റിക് ഇടുന്നു ഗൈസ്. താഴത്തേക്ക് കമന്റ് ചെയ്തേക്കാം. ബയോളിൻ 5 രൂപ. 5 രൂപ. 10 രൂപ. എന്നാ 10 രൂപ. നമ്മളിപ്പോൾ വന്നേക്കുന്ന ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി എന്ന് പറയുന്നത് ബൈലക്കുപ്പെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് വൺ ഓഫ് ദി ലാർജസ്റ്റ് ബുദ്ധിസ്റ്റ് സെറ്റിൽമെൻറ്റ് ഔട്ട്സൈഡ് ടിബറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഒരു 5,000 കൂടുതൽ മെമ്പേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നോർമലി പറയുന്നത്. ഇത് കേട്ടിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പണ്ട് ഞാൻ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ ഒരു ഔട്ട്സൈഡുള്ള ഒരു മൊണാസ്ട്രി ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു മൊണാസ്ട്രിയാണ്. വലിയൊരു സെറ്റിൽമെൻറ്റാണ്. ഒരു 2-3 ഇതുപോലത്തെ ചെറിയ മൊണാസ്ട്രികളും അങ്ങനെയൊക്കെ ഉള്ള വലിയൊരു ബുദ്ധിസ്റ്റ് സെറ്റിൽമെൻ്റ് ഉള്ള ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്തേക്ക്. പിന്നെ കൂടുതലും പുറത്തുനിന്നുള്ള അങ്ങനെ ആരുമില്ല. കൂടുതലും തമിഴ്നാടും മലയാളീസും പിന്നെ കർണാടകക്കാരും ഒക്കെ തന്നെയാണ് കൂടുതലുള്ളത്. ഞങ്ങളകത്ത് കയറിയ സമയത്ത് അവിടെ എന്തോ പ്രെയർ നടക്കുമായിരുന്നു. ഇവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ മൊണാസ്ട്രിയിൽ നിറച്ച് സന്യാസിമാരെ പോലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ പുറത്ത് നല്ല അടിപൊളി ഒരു ഷോപ്പിംഗ് ഏരിയ തന്നെ ഉണ്ട്. നല്ല വിശാലമായൊരു ഷോപ്പിംഗ് ഏരിയ. നമ്മളവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ പിന്നെ ഷോപ്പിങ്ങിലോട്ട് വന്നായിരുന്നു. ഷോളിലേക്കോ ചാടി വന്ന സത്യം പറ. കുതിരേട്ട നിംഹാൻസാ തിരിച്ചു കൊണ്ടാക്കണോ? വേണ്ട.
അങ്ങനെ മൊനാസ്ട്രിയൊക്കെ കണ്ട് നേരെ ഞങ്ങൾ ഇതേ കൂർഗിൽ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഇന്നിപ്പോൾ രാത്രി നല്ലോണം ടയേർഡായി, ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങണം. ഉറങ്ങി കഴിഞ്ഞ് നാളെ രാവിലെ നമ്മൾ പോകുന്നത് മണ്ടൽപ്പെട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ടൽപ്പെട്ടി പീക്ക് എന്ന് പറയുന്നത് ഒരു മലയുടെ മുകളിലോട്ടാണ്. ഇവർ പറഞ്ഞ് ചെറിയൊരു ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. നമ്മുടെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് അവരുടെ ജീപ്പിൽ വേണം പോകാൻ. പിന്നെ നമ്മളവിടെ നിന്ന് ജീപ്പ് ഹയർ ചെയ്താണ് പോയത്. ചെറിയ ഓഫ് റോഡല്ല, അത്യാവശ്യം വൃത്തികെട്ട റോഡായിരുന്നു. ഫുള്ള് പാറയും ഇതൊക്കെ ആയിട്ട് ഭയങ്കര, എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ജീപ്പ് താഴെ പാർക്ക് ചെയ്തിട്ട് ആ മലയുടെ മുകളിലോട്ട് കുറച്ചധികം നടക്കാനും ഉണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു, ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു നടക്കാനും. ആ ഒരു ക്ലൈമറ്റൊക്കെ നല്ല ഭംഗി, നല്ലൊരു സുഖമുള്ളൊരു ക്ലൈമറ്റും, കാണാനും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. അതാണ് ചെറിയ തണുപ്പുണ്ടായിരുന്നു. പക്ഷേ തണുപ്പിനേക്കാളും കൂടുതൽ ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ ചെറിയ തണുപ്പിൽ ഈ കാറ്റ് കൂടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ താഴെയൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്, കല്ലും മണ്ണും ഇതൊക്കെ ആയിട്ട്. അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് ഒരു വഴിയൊന്നുമില്ല, ഒരു പ്രോപ്പർ വഴിയൊന്നുമില്ല. എല്ലാം കയറിപ്പോയൊരു വഴി അത്രേ ഉള്ളൂ. ഇങ്ങനെ പക്ഷേ സ്ഥലം ഇങ്ങനെ കയറി പോകാൻ ഒത്തിരി സ്ഥലമുണ്ട്. മുകളിൽ കയറി നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ ആണ്, മുകളിൽ നിന്ന് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അതിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ നല്ല കാറ്റും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിൽക്കാനൊക്കെ ഭയങ്കര രസവും ഇതൊക്കെ ആയിരുന്നു. പിന്നെ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊന്മുടിയും മൂന്നാറും ഒക്കെ പോയി കണ്ടതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്കങ്ങനെ ഭയങ്കര വ്യൂ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. കൊള്ളാം, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഒരു കുഴപ്പമില്ലായിരുന്നു, തിരിച്ചിറക്കണല്ലോ എന്ന് പറഞ്ഞു. മണ്ടൽപ്പെട്ടി പീക്കിന് നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ഞങ്ങൾ വന്നത് അബേ വാട്ടർഫോൾസ്, അബേ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അബേ എന്നാണ് എൻ്റെ പ്രൊണൗൺസിയേഷനാണ് എൻ്റെ ഒരു വിചാരം, എൻ്റെ ഒരു ചിന്ത. അപ്പോൾ നേരെ അവിടെ വന്ന് ടിക്കറ്റ് എടുത്തു. വാട്ടർഫോൾ കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങി പോകണം. ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. വാട്ടർഫോൾസിൽ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പോയ സീസണിൻ്റെ ഇതായിരിക്കും, അത്ര വെള്ളവും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ചു പോകാമെന്നുള്ള രീതിയിൽ നേരെ കയറി. പക്ഷേ അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. കാര്യം ഫുള്ള് സൈഡിൽ ഫുള്ള് കാപ്പിത്തോട്ടവും വലിയ വലിയ മരങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും വിശക്കുമായിരുന്നു. അങ്ങനെ നേരെ കൂർഗ് കുസീനിലെത്തി. കൂർഗ് കുസീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പഴയ റെസ്റ്റോറൻ്റാണ്, പക്ഷെ ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ ഗൂഗിൾ റിവ്യൂവും ഇൻസ്റ്റയിലൊക്കെ കണ്ട് കയറിയതാണ്. അവിടുത്തെ മെയിൻ ഡിഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കൂർഗിലെ പോർക്ക് ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഫിഷ് കറി മീൽസ് പറയാതിരിക്കാൻ വഴിയുള്ളൂ. ഞാനും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കഴിച്ചു കൊടുക്കും, കിട്ടില്ല ടേസ്റ്റായിരുന്നു. പോർക്കും അവരുടെ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ പോകുന്നത് ഞങ്ങളൊരു ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു കോഫി പ്ലാന്റേഷൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ പാപ്പീസ് കോഫി പ്ലാന്റേഷൻ എന്ന് പറയുന്നൊരു പ്ലാന്റേഷനിലാണ്. ഇവിടെ ഇങ്ങനെ കുറേ പ്ലാന്റേഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറി ഇങ്ങനെ കാണാം ഓരോ പ്ലാന്റേഷനായിട്ട്. അവിടെ ആക്ച്വലി ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് ആയിരുന്നു ഗൈസ്. അതൊരു വലിയ അടിയായിപ്പോയി ഞങ്ങൾക്ക്. പിന്നെ എന്തായാലും കുഴപ്പമില്ല, വന്നതല്ലേ എന്ന് ഓർത്ത് നേരെ ടിക്കറ്റ് എടുത്ത് കോഫി പ്ലാന്റേഷൻ കാണാൻ വേണ്ടി കയറി. എനിക്ക് അത്രയ്ക്ക് പോകാൻ തോന്നൂല്ല. അങ്ങനെ കേട്ടില്ലേ, അത് ബ്ലോഗേഴ്സിന് അറിയില്ലല്ലോ. ഇതിന്റെ ഫ്ലവേഴ്സ് എങ്ങനെയാണ്? ഇത് നമ്മുടെ നന്ദ്യാർവട്ടം ചെടിയല്ലേ ചേച്ചി? ഇതേ നന്ദ്യാർവട്ടം കാണിച്ചിട്ട് അറബിക്ക എന്ന് പറയുന്നു.
പറ്റിപ്പീര photography going on. Model. ഇത് അത്യാവശ്യം വലിയൊരു പ്ലാന്റേഷൻ ആയിരുന്നു കേട്ടോ. കോഫി മാത്രമല്ല, അവിടെ കുരുമുളക് ഉണ്ടായിരുന്നു, ഏലം, പിന്നെ എന്തൊക്കെയോ കുറേ ചക്ക, മാങ്ങ, തേങ്ങ, വാഴ എല്ലാം ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കണ്ട്, അതിൻ്റെ താഴെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് അവർക്ക് ഈ പ്ലാന്റേഷനൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുവാണ്. അവിടെയൊക്കെ കിടക്കുന്നത് എന്ത് കളറാണ്. അപ്പൊ ഞാനിങ്ങനെ ക്യാമറ ഇങ്ങോട്ട് തിരിക്കണല്ലേ, എന്നിട്ട് ഇങ്ങനെ സൂം ചെയ്യണ്ടേ? ഇനി പറഞ്ഞോ. ഇവിടെ ഒരുപാട് കാപ്പി, കുരുമുളക്, ഏലം, ചുക്ക്, ചക്ക, വാഴ, പപ്പായ. പോരെ. പ്ലാന്റേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വന്നത് രാജാ സീറ്റ് എന്ന് പറഞ്ഞിട്ട് മടിക്കേരി എന്ന് പറഞ്ഞാൽ കൂർഗിൽ തന്നെ അവിടെയുള്ള ഒരു പാർക്ക് കാണാൻ വേണ്ടിയിട്ട്. അവിടെ നല്ല സൺസെറ്റും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈവനിങ് വന്നു. പക്ഷെ അവിടെ ഞാൻ ഒത്തിരി വീഡിയോസൊന്നും എടുത്തില്ല. അത്യാവശ്യം നല്ലൊരു ഗാർഡനും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് എത്താനുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 1 hour ബൈലക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളൊരു സ്റ്റേ എടുത്തിരുന്നത് തിരിച്ച് വരുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് കണ്ടിട്ട് ഇറങ്ങി. അതാണ് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മുടെ കൂർഗിലെ ഫൈനൽ ഡേ. നമ്മൾ മടിക്കേരി ടൗണിൽ നിന്നൊക്കെ മാറി കുറച്ച് ഉള്ളിലേക്കായിട്ട്, ഇതിൻ്റെ പേരൊക്കെ ഞാനിപ്പോൾ മറന്നുപോയി ഗൈസ്, ഓർക്കുന്നില്ല ഗൈസ്. ഒരു സ്റ്റേ എടുത്തായിരുന്നു ഒരു പുഴയുടെ സൈഡിൽ. നല്ല കിഡിലൻ ഒരു സ്റ്റേ. കൂർഗ് വിചാരിച്ചത്ര അങ്ങോട്ട് കലങ്ങിയില്ലെങ്കിലും ഈ സ്റ്റേ അടിപൊളിയായിരുന്നു, വർത്തായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇത് ആ സ്റ്റേയിലുള്ള 2 സുന്ദര കുട്ടപ്പന്മാരാണ്. ഒന്നിൻ്റെ പേര് ഗുണ്ട എന്നാണ്, മറ്റതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. മാസങ്ങൾ കുറച്ചായി, ഇപ്പം മറന്നുപോകും സാധാ. ഇത് ഞങ്ങളുടെ സുന്ദരി കുളിക്കയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്കിലുള്ള പുഴ. ഈ പുഴയുടെ വക്കത്താണ് ഈ ഒരു റിസോർട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റപ്പോൾ അടിപൊളി റിവ്യൂ വർത്തായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര റിലാക്സ് ചെയ്ത ഒരു ദിവസം. ഈ 3 ദിവസത്തെ ട്രിപ്പിൽ കൂർഗ് ഞങ്ങൾ വിചാരിച്ച പോലെ, ഞാൻ വിചാരിച്ച ഒരു കൂർഗേ അല്ല, ഞാനിങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്തല്ല കൂർഗിലേക്ക് പോയത്. പക്ഷേ ഈ ഒരു സ്റ്റേ അടിപൊളിയായിരുന്നു. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിരിച്ച് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഈ സ്റ്റേയിലെത്തിയായിരുന്നു. പിന്നെ ഈവനിങ് ടയേർഡായി, വീഡിയോ ഒന്നും എടുത്തില്ല. അവിടെ ചെറിയൊരു ക്യാമ്പ് ഫയറും അതൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. അപ്പോൾ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണല്ലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് വെറുതെ, ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒരു പരിപാടിയില്ല, നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്, പുഴയുടെ സൈഡിൽ തന്നെയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടെന്ന്. പുഴ ചെറിയൊരു വലിയ പുഴയാണെങ്കിലും തീരെ ആഴമില്ല കേട്ടോ. നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ അതുവരെയൊക്കെ മാക്സിമം വെള്ളമുള്ളൂ. ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലങ്ങൾക്ക് അത്രേ വെള്ളമുള്ളൂ. അപ്പം നമുക്ക് പിന്നെ നിറച്ച് പാറകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇറങ്ങിയിരിക്കാനും എനിക്കാണെങ്കിൽ കുളിക്കാൻ തോന്നുമായിരുന്നു. നല്ല തണുപ്പുള്ള വെള്ളമൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് കുളിക്കണ്ട നനയ്ക്കണ്ടെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു. പക്ഷേ പിന്നെ ഞാൻ കുളിച്ചു. അതാണ്. അപ്പം നല്ല രസമുള്ള ഒരു സ്ഥലം, നല്ല തണുപ്പുമായിരുന്നു വെള്ളത്തിന്. അപ്പം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഉച്ച വരെ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത്. നല്ല തണുപ്പും നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു കേട്ടോ. ഭയങ്കര നീറ്റായിരുന്നു ആ പുഴ. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റ് വരാൻ തോന്നുന്നില്ലായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പോകണം, പിന്നെ വെയിലും തുടങ്ങിയായിരുന്നു ചെറുതായിട്ട്.
അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ വരാൻ സമയത്ത് ഞാനൊന്ന് മുങ്ങി കുളിച്ചിട്ടാണ് ഗൈസ് വന്നത്. കാര്യം അത്രയും നല്ല വെള്ളം കിട്ടുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നല്ല പുഴയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആ പുഴയൊക്കെ ഫുള്ള് കലങ്ങി. പണ്ടൊക്കെ ഞങ്ങൾ ചെറുതിലേക്ക് കുളിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന പുഴയാണ്. ഇപ്പോൾ അതൊക്കെ ഫുള്ള് കലങ്ങി ഇതായിട്ട് കിടക്കുവാണ്. ഇപ്പോഴും ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നി, ഞാൻ കുളിച്ചു. അപ്പോൾ റെഡിയായി ഇതേ ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞ സ്റ്റേയുടെ പേര് ഞാൻ മറന്നുപോയി. അടിപൊളിയൊരു സ്റ്റേ ആയിരുന്നു. നല്ല കിഡിലൻ എക്സ്പീരിയൻസും ആയിരുന്നു. നല്ല ക്വയറ്റായിട്ടുള്ള നിറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പക്ഷെ എല്ലാവരും രാവിലെയൊക്കെ പോയി. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളിതേ അവിടെ നിന്ന് കൂർഗിനോട് വിട പറഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ ബാംഗ്ലൂർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നാളെ എറണാകുളത്തേക്ക് തിരിക്കേണ്ടിയിരിക്കുകയാണ്. തിരിച്ച് വന്നപ്പോൾ നല്ല വെയിലായിരുന്നു, ഭയങ്കര ദാഹമൊക്കെ ആയിരുന്നു, വിശപ്പൊന്നും ഉണ്ടായിരുന്നു. വിശപ്പ് നമ്മളൊരു സ്ഥിരം പരിപാടിയാണ് കളയാൻ പറ്റും. വരുന്ന വഴിക്ക് ഇതേ തീർച്ചയായിട്ടും കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ കരിമ്പ് ജ്യൂസ് കുടിക്കണം വിചാരിച്ചിട്ടൊന്നും അറിയില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ ഇതേ ആ ചേട്ടൻ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കണം. അടിപൊളി നല്ല കിഡിലും ടേസ്റ്റുള്ളൊരു കരിമ്പ് ജ്യൂസായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ കൂർഗ് ട്രിപ്പ് അടിപൊളിയായിട്ട് അവസാനിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന മനസ്സിന് കിട്ടുന്നൊരു സുഖവും സന്തോഷവും ഒരു റിലാക്സേഷനും ഒക്കെ ഉണ്ട്. നമ്മൾ ജോലിയിലും തിരക്കിൻ്റെ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് കുറച്ച് പൈസ ഇതൊക്കെ നമുക്ക് ചിലവാകും. ഞങ്ങൾ ഭയങ്കര കോടീശ്വരന്മാരായിട്ടും അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലാക്സേഷനും പിന്നെ ഈ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷവും അതൊക്കെ കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. അപ്പോൾ കൂർഗ് ട്രിപ്പ് അങ്ങനെ ഇവിടെ പര്യവസാനിച്ചിരിക്കുന്നു ഗൈസ്. ബൈ.